നമസ്കാരം. MMC ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ സേതുരാജ്, COO മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി. ഇന്ന് നമ്മളുടെ ഒപ്പം MMC ഹെൽത്ത് ടോക്കിൽ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അശ്വനി പ്രഭ, പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റ്, മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി. വെൽക്കം ടു ദി ടോക്ക് മാം. താങ്ക് യു സർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദത്തിനെ കുറിച്ചാണ്. മാഡം, ലങ് ക്യാൻസർ എത്രത്തോളം കോമൺ ആണ്? ഇന്ന് നമ്മൾ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ശ്വാസകോശ ക്യാൻസർ വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ തന്നെയാണ്. നമ്മൾ വേൾഡ് റെക്കോർഡ്സ് ക്യാൻസർ രജിസ്ട്രി ഉണ്ട്, അത് ഗ്ലോബോകാൻ എന്ന് പറയും. അതിൽ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് നോക്കുമ്പം ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് ലങ് ക്യാൻസർ. ഇനി പുരുഷന്മാരിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ തന്നെയാണ് ലങ് ക്യാൻസർ. നമ്മളിപ്പോൾ ഇന്ത്യൻ നിരക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റും ലിപ്പ്, ഓറൽ ആൻഡ് സർവൈക്കൽ ക്യാൻസർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ലങ് ക്യാൻസർ തന്നെയാണ്. ഇത് ലങ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോമൺ ആയിട്ടുള്ള ക്യാൻസർ എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ക്യാൻസറും കൂടിയാണ് ലങ് ക്യാൻസർ. ഇതിന് കാരണം തന്നെ എന്ന് വെച്ചാൽ മിക്കപ്പോഴും ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം ലാസ്റ്റ് സ്റ്റേജ് ഡിറ്റക്ഷൻ കാരണം ഈ ഒരു മോർട്ടാലിറ്റി റേറ്റും കൂടുതലാണ്. അപ്പോൾ ലങ് ക്യാൻസർ വൺ ഓഫ് ദ കോമൺ ക്യാൻസറുമാണ്, അതുപോലെ തന്നെ നല്ല മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു ക്യാൻസറും കൂടെയാണ്. ഡോക്ടർ, ലങ് ക്യാൻസറാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കൂടുതൽ ലങ് ക്യാൻസർ കേസസ് വരുന്നത്? ലങ് ക്യാൻസറിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയി പറയുന്നത് ടുബാക്കോ പ്രൊഡക്ട്സ് ആണ്, അതായത് പുകയില ഉൽപ്പന്നങ്ങൾ. അതിൽ സിഗരറ്റ്സ്, ബീഡി, പിന്നെ മുറുക്കുന്നത്, പുകയില വെച്ച് മുറുക്കുന്നത്, പിന്നെ ഇലക്ട്രോണിക് സിഗരറ്റ്സ് ഒക്കെ അതിൽ പെടുന്നതാണ്. ഈ ഇപ്പോഴത്തെ സ്റ്റഡീസിൽ പറയുന്നത്, കുറേ കാലമായിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് ഒരു 80-85% ഓഫ് ദി ഈ ലങ് ക്യാൻസറിന് കാരണം പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് എന്ന രീതിയിലാണ്. അപ്പോൾ പുകയില ഉൽപ്പന്നം വലിക്കുന്ന ആൾക്ക് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട്, അത് ചുറ്റുള്ളവർക്കും അത് എഫക്റ്റഡ് ആവും. വലിക്കുന്ന ആൾ ആക്റ്റീവ് സ്മോക്കിംഗ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. പക്ഷേ ആ പുക പുറത്തോട്ട് വിടുമ്പോൾ ചുറ്റുള്ളവർക്കും അത് എഫക്റ്റഡ് ആവും. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും അതിന്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഈ സ്മോക്ക് സർഫസിലൊക്കെ ഒട്ടിക്കിടന്നിട്ട്, അതായത് കാർപ്പറ്റ്സിലും കേർട്ടൻസ്, ടേബിൾസിലൊക്കെ കിടക്കുകയാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾ അവിടുന്ന് മാറിയാലും അതവിടെ കിടക്കും. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഈ ടുബാക്കോ സ്മോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു റിസ്ക് ഫാക്ടർ പറയുന്നത് നമ്മുടെ എൻവയൺമെൻറ്റൽ സ്മോക്ക് ആൻഡ് പൊല്യൂഷനാണ്. ഇപ്പോഴത്തെ നമ്മുടെ അന്തരീക്ഷ മലിനീകരണവും പുകയും ഒക്കെ അതിലൊരു വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ തന്നെയാണ്. അത് വാഹനങ്ങളിൽ നിന്ന് പുകയായാലും ഫാക്ടറീസിൽ നിന്നുള്ള പുകയായാലും വീട്ടിൽ നിന്ന് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മൾ എത്ര പ്രോപ്പറായി വേസ്റ്റ് മാനേജ് ചെയ്യുന്നുള്ളത് ഇതിനനുസരിച്ചിരിക്കും. അത് ബയോ വേസ്റ്റ് ആയാലും പ്ലാസ്റ്റിക് ആയാലും പേപ്പർ ആയാലും കത്തിക്കുന്നത്, ആ പുകയൊക്കെ വലിയൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. നമ്മളെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ക്യാൻസർ ഉള്ള, അത് ലങ് ക്യാൻസർ തന്നെ ആവണമെന്നില്ല, ക്യാൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അതിനൊരു ജനറ്റിക് ടെൻഡൻസി ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണമെന്നല്ല. പിന്നെ ഒക്യുപ്പേഷണൽ റിലേറ്റഡ് വരാം. ചില ഫാക്ടറിയിൽ, അതായത് ആസ്ബറ്റോസ് റിലേറ്റഡ് ഫാക്ടറിയിലോ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഹെവി മെറ്റൽസ്, കാഡ്മിയം, അർസനിക് എന്ന ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതൊരു വലിയ ഫാക്ടറാണ്. ലൈഫ് സ്റ്റൈൽ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര പ്രോസസ്ഡ് ആണ്, ഇപ്പം പാക്കേജ്ഡ് ഫുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട്. അതിൽ മെയിനായിട്ട് ടുബാക്കോ ആണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അത് ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് സാധാരണമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ശ്വാസകോശ രോഗങ്ങൾ കാണുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ലങ് ക്യാൻസറിലും കാണുന്നത്. മെയിനായിട്ട് പറയുന്നത് വിട്ടുമാറാത്ത ചുമ, അതായത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ചുമ, ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു എന്നിട്ടും റിലീഫ് വരാത്ത ചുമ ഉണ്ടെങ്കിൽ അതൊരു രോഗലക്ഷണം തന്നെയാണ്. ക്രോണിക് കോഫ് എന്ന് പറയും അതിന്. പിന്നെ കഫത്തിൽ രക്തം കാണുക അതൊരു നല്ലൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. കഫത്തിൽ രക്തം കാണുക, നല്ല രീതിയിൽ രക്തം വരുന്നത്. പക്ഷേ കഫത്തിൽ രക്തം ഇൻഫെക്ഷൻസിലൊക്കെ വരാം. പക്ഷേ ഈ ഒരു കഫത്തിൽ രക്തം കാണുകയാണെങ്കിൽ നമ്മൾ ക്യാൻസർ പോസിബിലിറ്റിയും കൂടെ മനസ്സിൽ വെക്കണം ഏതൊരു ഫിസിഷ്യനും. പിന്നെ വരുന്നതാണ് ശ്വാസം മുട്ടൽ, പിന്നെ നെഞ്ചുവേദന, പുറം വേദന. പക്ഷേ നെഞ്ചുവേദനയും പുറംവേദനയൊക്കെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. അത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ അത് ചെസ്റ്റ് വോളിലേക്കോ റിബ്സിലോട്ടൊക്കെ സ്പ്രെഡ് ആകുമ്പോഴാണ് വേദനകളായിട്ട് പുറത്തു വരുന്നത്. പിന്നെ ക്ഷീണം,
ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്ക, വെയിറ്റ് ലോസ്, ഇതൊക്കെയാണ് പൊതുവേ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഡോക്ടർ, നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് രോഗം നിർണ്ണയിക്കാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റുകളും അതുപോലെ തന്നെ വേറെ സയൻറ്റിഫിക് സംവിധാനങ്ങളും നമ്മുടെ മലബാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും? സാധാരണയായിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പം നമുക്ക് ക്യാൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ എക്സ്റേ എടുക്കും. എക്സ്റേയിൽ വളരെ മൈന്യൂട്ടൊക്കെ ആണെങ്കിൽ എക്സ്റേയിൽ മനസ്സിലാവില്ല. പിന്നെ മെയിനായിട്ട് CT ആണ് ചെയ്യുന്നത്. CT എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈസും ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ക്യാൻസറിൽ നമ്മൾ ടിഷ്യൂ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ മുഴയിൽ നിന്ന് സാമ്പിൾ എടുത്ത് ലാബിലോട്ട് അയച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടിഷ്യൂ ഡയഗ്നോസിന് വേണ്ടി നമ്മൾ അതിന് മുൻപ് ബയോപ്സി ചെയ്യണം. അപ്പോൾ CTയിൽ എക്സാക്ട് ലൊക്കേഷനും ഒക്കെ അറിഞ്ഞാൽ നമുക്ക് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും, ശ്വാസകോശത്തിലോട്ട് കുഴലിറക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അത് സെൻട്രൽ മുഴയാണെങ്കിൽ, അതായത് ശ്വാസകോശ സെൻട്രലുള്ള മുഴയാണെങ്കിൽ നമുക്കത് ബ്രോങ്കോസ്കോപ്പി വഴി കിട്ടും. അത് കുഴലിറക്കി അവിടുന്ന് സാമ്പിൾ എടുത്ത് ടെസ്റ്റിന് അയക്കാം. അത് തന്നെ അൾട്രാസൗണ്ട് ഗൈഡഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴലകളിലാണെങ്കിൽ അവിടുന്ന് കുത്തിയെടുത്തിട്ട് ബ്രോങ്കോസ്കോപ്പി വഴി തന്നെ കുത്തിയെടുത്ത് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ CT ഗൈഡഡ് ബയോപ്സി ചെയ്യും. CTയിൽ ലൊക്കേഷൻ നോക്കിയിട്ട് പുറത്തുനിന്ന് ബയോപ്സി നീഡിൽ വെച്ച് സാമ്പിൾ എടുത്ത് ലാബിലോട്ട് അയച്ച് ചെയ്യുന്ന ടെസ്റ്റാണ് CT ഗൈഡഡ് ബയോപ്സി. ഇത് കൂടാതെ ചിലർക്ക് നീർക്കെട്ടൊക്കെ ആയിട്ടാണ് വരിക, ശ്വാസകോശത്തിൻ്റെ പുറത്ത് നീർക്കെട്ടായിട്ട്. അങ്ങനെ വരുന്നവർക്ക് നമ്മൾ അവിടെ നിന്ന് നീര് കുത്തിയെടുത്തിട്ട് ടെസ്റ്റിന് അയക്കും. ക്യാൻസർ ടെസ്റ്റ്, സൈറ്റോളജിയും സെൽ ബ്ലോക്കൊക്കെ അയക്കും. ഇത് കൂടാതെ നമുക്ക് തൊറാക്കോസ്കോപ്പി എന്ന് പറഞ്ഞ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് പുറത്ത് നിന്ന് ഒരു പോർട്ട് ഉണ്ടാക്കി അതിലൂടെ കുഴലിറക്കുക, സ്കോപ്പി ഇറക്കിയിട്ട് അവിടുന്ന് ബയോപ്സി സാമ്പിൾ എടുത്തിട്ട് അയക്കാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ ബ്രോങ്കോസ്കോപ്പിയും ബയോപ്സിയും CT ഗൈഡഡ് ബയോപ്സി, പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ MMCയിൽ തൊറാക്കോസ്കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫെസിലിറ്റീസൊക്കെയാണ് നമുക്കിപ്പം MMCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോക്ടർ, ലങ് ക്യാൻസറുകളും എല്ലാ ക്യാൻസറും പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് അതിന് വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണുള്ളത്? ലങ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതായത് ലോഡോസ് CT ആണ് നമ്മൾ ലങ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ ഉപയോഗിക്കുക. അത് സാധാരണ ചെയ്യുക, അതായത് ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുൻപ് നമുക്ക് റിസ്ക് ഉള്ളവർക്ക്, അതായത് കുറേ വർഷങ്ങളായിട്ട് പുകവലിക്കുന്ന ഒരാൾ, 55-60 വയസ്സ് കൂടുതലുള്ള ഒരാളാണ്, കുറേ കാലമായിട്ട് പുക വലിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുൻപ് തന്നെ നമുക്ക് അങ്ങനെ റിസ്ക് ഉള്ള ഒരാൾക്ക് ലോഡോസ് CT എടുത്തിട്ട്, അത് വർഷം ചെയ്യുന്ന, ആനുവലി ചെയ്യുന്നതാണ്. അങ്ങനെ CT എടുത്തിട്ട് വല്ല തടിപ്പോ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ ഏർലി ഡിറ്റക്റ്റ് ചെയ്യുകയും ഏർലി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല സർവൈവൽ റേറ്റ് കൂടും. ഡോക്ടർ, ലങ് ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റേജ് വെച്ചിട്ടാണ് പറയുക. ലങ് ക്യാൻസർ ഏത് സ്റ്റേജിലാണെന്ന് ആദ്യം നമ്മൾ ക്യാൻസറാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലാണെന്ന് നമ്മൾ ആദ്യം സ്റ്റേജ് ചെയ്യും, എവിടേക്കൊക്കെ സ്പ്രെഡ് ഉണ്ടെന്ന് നോക്കിയിട്ട്. അപ്പം ഏർലി സ്റ്റേജ് ആണെങ്കിൽ സാധാരണ സർജറി പിന്നെ റേഡിയേഷൻ തെറാപ്പിയാണ് പറയുക. സർജറി ആ ഭാഗത്ത് ചെറിയ മുഴയാണ്, ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ സർജറി ചെയ്ത് എടുത്തു കളഞ്ഞാൽ അത് നല്ല സർവൈവൽ റേറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ റേഡിയേഷനും കൊടുക്കും. പിന്നെ സ്റ്റേജ് കൂടുമ്പം സ്പ്രെഡൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ കീമോതെറാപ്പി, സർജറിൻ്റെ കൂടെ റേഡിയേഷനും കീമോവും കൊടുക്കുന്ന രീതികളും ഉണ്ട്. പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, അങ്ങനെ കുറേ തെറാപ്പീസ് ഉണ്ട്. അപ്പം ഏർലി സ്റ്റേജ് ആണെങ്കിൽ മെയിൻലി സർജറി ആൻഡ് റേഡിയേഷനാണ് പറയുക. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകുമ്പോഴാണ് അതിൻ്റെ കൂടെ കീമോ, ഇമ്മ്യൂണോ തെറാപ്പി അങ്ങനത്തെയൊക്കെ ചെയ്യാറ് സാധാരണ. ഡോക്ടർ, നമ്മുടെ MMC ഹെൽത്ത് ടോക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് കാണുന്ന പൊതുജനങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ടുബാക്കോ, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ അത് കഴിയുന്നതും കുറയ്ക്കുക. സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പുകയില ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കഴിയുന്നതും കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്താൻ പറ്റാത്തവരാണെങ്കിൽ അതിന് മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ആയിട്ടും മരുന്നായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിയുന്നതും കുറയ്ക്കുക. പിന്നെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊല്യൂഷനുള്ളത് കഴിയുന്നതും കുറയ്ക്കുക. എൻവയൺമെൻറ്റലായാലും വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് ആയാലും എങ്ങനെയായാലും കുറയ്ക്കുക. പിന്നെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണുക, ടെസ്റ്റുകൾ ചെയ്യുക. ക്യാൻസർ ആണെന്ന് ഡിറ്റക്റ്റ് ചെയ്താൽ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ അശ്വിനി പ്രഭ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ലങ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും അതിൻ്റെ വേണ്ട എന്തൊക്കെ ഇന്നും കൂടുതൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പേഷ്യൻസിനും മറ്റുള്ളവർക്കും പറഞ്ഞു തന്നതിനും വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സർ.